ആയിക്കോട്ടെ. അത് നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? എങ്ങനെയാ കാണുന്നത്? അതിനൊക്കെ നേരിട്ട് പോകല്ലാണ്ട് വേറെ വഴി എന്താ ഉള്ളത്? വിമതന്മാരെന്ന് നടക്കുന്ന ആളുകളൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരോ പാർട്ടികൾക്ക് എതിരായിട്ട് പ്രവർത്തിച്ചവരോ പാർട്ടി നടപടി വിധേയപ്പെട്ടവരോ ഒക്കെ ആയിരിക്കും പലരും. ആരാണെന്ന് എനിക്കറിയില്ല, ഞാനത് കണ്ടിട്ടില്ല, ഞാൻ ആ വാർത്ത വായിച്ചിട്ടുമില്ല. അത് സംബന്ധിച്ച് ഞങ്ങൾ അതിനെ എങ്ങനെയാണ് കാണുക? ഉറപ്പായിട്ടും അതിനെ നേരിട്ട് കൊണ്ടുപോകും. വേറെ എന്താ? ആര് അതൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ സാങ്കല്പിക ചോദ്യവും സാങ്കല്പിക ഉത്തരവും ഇല്ലാന്ന് ഞാൻ സാധാരണ പറയുന്നത്. നിങ്ങൾ പുതിയ ആളായിരിക്കും, അതുകൊണ്ടാണ്. സാങ്കല്പിക ചോദ്യവും ആ സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പികമായ ഉത്തരവും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആ ചർച്ച ചെയ്തോട്ടെ. ഞങ്ങൾ UDF സ്ഥാനാർത്ഥിനെ നോക്കിയിട്ടല്ലോ, UDF-നല്ലേ എതിർക്കുന്നത്. UDF സ്ഥാനാർത്ഥിനെ നോക്കിയിട്ടല്ല എതിർക്കുക. ഞങ്ങൾ UDF-നെയാണ് എതിർക്കുന്നത്. രാഷ്ട്രീയ നിലപാടാണ്, അല്ലാണ്ട് വ്യക്തിപരമായ നിലപാടൊന്നുമല്ല. UDF-ഉം BJP-യും RSS-ഉം ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ പറയുന്നത് കൃത്യമായ ആശയപരമായ വ്യക്തിയോടുകൂടിയുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ എല്ലാം എതിർക്കുന്നത്. അതിൽ നിങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. ഇത് വിസ്മയം, ഒരു വിസ്മയവും ഇല്ല. അത് പണ്ട് വലിയ ബോംബ് പൊട്ടുന്നെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, അതുപോലെയുള്ള വിസ്മയം മാത്രമേ ഉള്ളൂ. വിസ്മയിൽ ഒന്നാമത്തെ ദിവസം തന്നെ പൊട്ടിയും. അതുകൊണ്ട് വിസ്മയമൊന്നുമില്ല. ഇപ്പൊ ഒരേ ഒരു വിസ്മയം കളവാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ കളവ് പറയാൻ തുടങ്ങി. 9 കളവാണ് ഈ ഒറ്റ പ്രശ്നത്തിന്റെ മേലെ പറഞ്ഞത്. അതാണ് ഞാൻ ഓരോന്നായിട്ട് നിങ്ങളോട് പറഞ്ഞത്. ഓ അത് ശരി. അത് പിന്നെ വേറെ ഞാനൊന്നും പറയുന്നില്ല. രാഷ്ട്രീയമല്ല, പിന്നെ രാഷ്ട്രീയമാണ്. ഗവൺമെന്റിനെ താഴെ ഇറക്കുന്നതും ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതും രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം മനസ്സിലായില്ല യൂത്ത് കോൺഗ്രസിന്. അതും അല്ല, യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗിനും അതൊന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയാൽ മതി. ഗവൺമെന്റിനെ താഴെ ഇറക്കുന്നതും രാഷ്ട്രീയമാണ്, ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതും രാഷ്ട്രീയമാണ്. നമ്മുടെ ബാങ്ക് നാടിന്റെ ബാങ്ക്. 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 The pleasure of personal banking. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മുല്ലപ്പൂക്കുന്ന ചന്തമായി വന്നു നീ ദേവസുന്ദരി. മുല്ലപ്പൂക്കുന്ന ചന്തമായി വന്നു നീ ദേവസുന്ദരി. നിലാവിന്റെ തേരേറി വന്നു നീ. അഴകു പെയ്തു നിന്നു ഉല്ലാസ്, കസവു ചാത്തി വന്നു ഉല്ലാസ്. അഴകു പെയ്തു നിന്നു ഉല്ലാസ്, കസവു ചാത്തി വന്നു ഉല്ലാസ്. മുല്ലാസ് വെഡിംഗ് സെന്റർ, കോടതിപ്പടി, മണ്ണാർക്കാട്. സാർ, ഞാൻ മൾട്ടി സ്റ്റേറ്റ് സഹകരണ ബാങ്ക് എന്നാണ്. ഞങ്ങൾക്ക് ഇന്ത്യയിൽ 256 ബ്രാഞ്ച് ഉണ്ട് സാർ. ഞങ്ങൾ കേന്ദ്ര അംഗീകൃത ബാങ്കാണ് സാർ. പിന്നെ ഫോർമാലിറ്റീസ് ഒക്കെ വളരെ കുറവാണ് സാർ. ഞങ്ങളുടെ ബാങ്കിൽ നിക്ഷേപിച്ച ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് സാർ. ഒരു ദിവസം തന്നെ എത്രയെത്ര വിളികൾ, എന്തെല്ലാം വാഗ്ദാനങ്ങൾ. നമ്മുടെയെല്ലാം വിയർപ്പിനാൽ പടുത്തുയർത്തിയ സഹകരണ ബാങ്ക് ഉള്ളപ്പോൾ നമുക്കെന്തിന് മറ്റൊന്ന്? അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം. സഹകരണ ബാങ്ക് ഒരു കരുത്താണ്, നാടിന്റെ ഒരു സുഹൃത്താണ്. നീയാണ് സ്വർണം, നിനക്കാണ് തിളക്കം. പഴേരി ഗോൾഡൻ ഡയമണ്ട്സ്. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.